സമൃദ്ധിയെ ആകർഷിക്കുക. പലർക്കും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം അവരുടെ ചിന്തകൾ പണം അവരിലേക്ക് വരുന്നത് തടയുന്നു എന്നതാണ്. വിപരീതമായ ചിന്ത, വികാരം, ഭാവം എന്നിവയൊക്കെ പണമോ മറ്റു നന്മകളോ നിങ്ങളിലേക്ക് വരുന്നതിനെ തടയും. പ്രപഞ്ചം പണത്തെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പണം അദൃശ്യമായി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനെ നിങ്ങൾ തടയുന്നതാണ് അതിൻ്റെ കാരണം. നിങ്ങളുടെ ചിന്തകളാണ് അത് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തയുടെ ത്രാസ് നിങ്ങൾക്ക് അനുകൂലമായ വശത്തേക്ക് ചായണം. പണത്തിൻ്റെ അഭാവം എന്നതിൽ നിന്ന് ആവശ്യത്തിലധികം പണം എന്നതിന് മുൻതൂക്കം വരണം. ഇല്ലായ്മയുടെ ചിന്തകൾ വെടിഞ്ഞ് സമൃദ്ധിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ ത്രാസ് നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ പ്രബല ചിന്ത. സ്വാഭാവികമായും ആകർഷണ തത്വം അനുസരിച്ച് നിങ്ങൾ അത്തരം അവസ്ഥകളെ തുടർന്നും ആകർഷിച്ചുകൊണ്ടിരിക്കും. പണത്തെക്കുറിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ രഹസ്യം കണ്ടെത്തുന്നതിന് തൊട്ടു മുൻപ് എൻ്റെ അക്കൗണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ കമ്പനി ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ് നടക്കുന്നത്. ഇങ്ങനെ പോയാൽ 3 മാസത്തിനകം കമ്പനി പൂട്ടിപ്പോകുമെന്നായിരുന്നു. 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെടുകയാണ്. കമ്പനിയെ രക്ഷിക്കാൻ കൂടുതൽ പണം ആവശ്യമായി നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായി. രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടില്ല. അപ്പോഴാണ് ഞാൻ രഹസ്യം കണ്ടെത്തിയത്. അതോടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ അവസ്ഥയുൾപ്പെടെ മൊത്തത്തിൽ മാറി മറിഞ്ഞു. ഞാൻ എൻ്റെ ചിന്തകളുടെ രീതി മാറ്റി. എൻ്റെ അക്കൗണ്ടൻ്റ് കണക്കുകൾ നോക്കി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സമൃദ്ധിയെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചു. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ കണികയിലും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു പ്രപഞ്ചം ആവശ്യമായത് ചെയ്തു തരുമെന്ന്. തീർച്ചയായും പ്രപഞ്ചം അത് ചെയ്തു തന്നു. ഞാൻ ഒരിക്കലും സങ്കല്പിക്കാത്ത മാർഗങ്ങളിലൂടെ സംശയത്തിൻ്റെ ചില നിമിഷങ്ങൾ എനിക്കുമുണ്ടായി. പക്ഷേ സംശയത്തിൻ്റെ ലക്ഷണം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ എൻ്റെ ചിന്തകളെ ദിശ മാറ്റി. ഞാൻ ആഗ്രഹിച്ചത് നേടിക്കഴിഞ്ഞാലത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ അതിന് കൃതജ്ഞത അറിയിച്ചു. അതിൽ ആനന്ദിച്ചു, വിശ്വസിച്ചു. ഈ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടാനുള്ള എളുപ്പവഴി ഇപ്പോൾ തന്നെ സന്തുഷ്ടനാവുക, സന്തോഷം അനുഭവിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമായാലും മറ്റേതെങ്കിലും ആയാലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും സുഗമമായ മാർഗമാണത്. ആഹ്ലാദത്തിൻ്റെയും സന്തുഷ്ടിയുടെയും വികാരം പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സമൃദ്ധിയായി പണവും നിങ്ങൾ മോഹിക്കുന്ന മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ആഹ്ലാദവും സംതൃപ്തിയും നൽകുന്ന എല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ തരംഗം പ്രസരിപ്പിക്കണം. നിങ്ങൾ പ്രസരണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ വികാര തരംഗങ്ങൾ ചിത്രങ്ങളായി, അനുഭവങ്ങളായി നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളുമാണ് ആകർഷണ തത്വം നിങ്ങളുടെ ജീവിതമായി പ്രതിഫലിപ്പിക്കുന്നത്.